അത് തുറക്കുന്ന ഈ ഒരു ക്യാപ്പിന് ഹണികോം പാറ്റേൺ അതിനുമുള്ള ഒരു ബാറ്ററിയുടെ സിമ്പിളും കാണാം. ഇതിനകത്ത് ബോണറ്റിനകത്ത് തന്നെയാണ്, അതിവിടെ ഈ ഒരു സൈഡിലായിട്ടാണ്. ഇപ്പോൾ ഈ ഒരു നമസ്കാരം, ഇത് GLC 300 മെഴ്സീഡീസ് ബെൻസിൻ്റെ GLC 300. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഈ വണ്ടി ഓടിക്കുന്നുണ്ട്. അങ്ങനെ പറയുമ്പോൾ എനിക്കിതിനകത്ത് ഒരു ഇത്തിരി നോട്ട് വർത്തി ആയിട്ടുള്ള ഫീച്ചേഴ്സ് തോന്നി, കുറച്ച് പ്രത്യേകതകൾ തോന്നി. ആ പ്രത്യേകതകൾ നിങ്ങളോട് പറയാം. വണ്ടി പ്രാന്തൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഒരു വണ്ടിയുടെ കൂടെ കുറച്ച് കാലം ജീവിക്കുമ്പോൾ നമുക്ക് ഒരിത്തിരി ഫീച്ചേഴ്സ് അറിയാൻ പറ്റും, അല്ലെങ്കിൽ ഡിസ്കവർ ചെയ്യാൻ പറ്റും, അതല്ലെങ്കിൽ കുറച്ച് കൗതുകങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. കൂടെ നമുക്ക് ഓരോ കാര്യങ്ങൾ അറിയാൻ പറ്റും. അങ്ങനെ അറിയുന്ന കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം റിവ്യൂ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. ഇതിൻ്റെ എൻജിൻ V6 അല്ലെങ്കിൽ 6 സിലിണ്ടർ തന്നെയല്ല, ഇത് ഒരു 4 സിലിണ്ടർ എഞ്ചിനുള്ള വണ്ടിയാണ്. ഈ 4 സിലിണ്ടർ എഞ്ചിനുള്ള വണ്ടി എന്ന് പറയുമ്പോൾ ഇത് പെട്രോൾ എഞ്ചിനാണല്ലോ. 255 ബ്രേക്ക് ഹോഴ്സ് പവറും ഏകദേശം 400 ന്യൂട്ടൺ മീറ്ററോളം പവറുണ്ട്. ഇത് ഒരു എന്താ പറയുക, ഒരു ഇൻ്റലിജൻറ്റ് സ്റ്റാർട്ടർ ജനറേറ്റർ കൂടിയിട്ടുള്ള ഒരു ഹൈബ്രിഡ് എന്ന് പറയുക, ഒരു മെയിൽഡ് ഹൈബ്രിഡ് എന്ന് പറയുന്നത്, ഒരു സ്മാർട്ട് ഹൈബ്രിഡ് എന്നൊക്കെ പറയില്ലേ, മറ്റേ മാരുതി വിളിക്കുന്ന പോലെ ആ കാര്യമായിട്ട് പറയാം. അങ്ങനെ പറയുമ്പോൾ ഇതിനകത്തൊരു മോട്ടർ കൂടിയുണ്ട്. ഈ മോട്ടർ നമുക്ക് ആ ഒരു ഇനീഷ്യലി ആ ഒരു സപ്പോർട്ട് തരുന്നുണ്ട്. അത് 23 bhp പവർ 200 Nm ടോർക്കുള്ള ആ ഒരു മോട്ടറിൻ്റെ ആ ഒരു ഫീൽ എന്ന് പറയുന്നത് നമുക്ക് കാല് കൊടുക്കുമ്പോഴേ നമുക്ക് ആ ഫീലിന് കിട്ടുന്നുണ്ട്. അതൊരു നല്ല കാര്യമായിട്ട് കാണാവുന്ന കാര്യമാണ്. അതിൻ്റെ കൂടെ പറയേണ്ട കാര്യം 6.2 സെക്കൻഡിൽ ഇത് 100 എത്തുമെന്നുള്ള കൂടിയാണ്. അതും ഒരു കാര്യമായിട്ടാണ്. പിന്നെ ഈ എഞ്ചിൻ റൂമിനകത്ത് ഒരു കൗതുകം കണ്ടു. ആ കൗതുകം കാണിക്കാം, വാ. ഒന്നല്ല, 2 കൗതുകങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഈ എഞ്ചിൻ കവറിൻ്റെ മുകളിലത്തെ ലോഗോയാണ്. ഈ ലോഗോ ക്രോമിലുള്ള ലോഗോ തന്നെയാണ് എന്നുള്ളതാണ്. അതായത് പ്ലാസ്റ്റിക് കവറിൽ ഒരു ചീപ്പായിട്ടൊരു കറുത്ത ലോഗോ ഒന്നും വെച്ചിട്ടില്ല. മെഴ്സീഡീസിൻ്റെതായിട്ടുള്ള ഒരു ലോഗോ നമുക്ക് ഈ എഞ്ചിൻ കവറിൻ്റെ മുകളിൽ കാണാം. പിന്നെ ഈ ബാറ്ററി കമ്പാർട്ട്മെൻറ്റാണ്. ഈ ബാറ്ററി കമ്പാർട്ട്മെൻറ്റ് കണ്ടോ, ഈ ബാറ്ററി കമ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു വശങ്ങളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അത് തുറക്കുന്ന ഈ ഒരു ക്യാപ്പിന് ഹണികോം പാറ്റേൺ അതിനുമുള്ള ഒരു ബാറ്ററിയുടെ സിമ്പിളും കാണാം. പിന്നെ വാട്ടർ ഫ്ലൂയിഡ് ഒഴിക്കാനുള്ള ആ ഒരു ക്യാപ്പ് കണ്ടോ, അത് വെച്ചേക്കുന്നത് ഈ അറ്റത്തായിട്ടാണ്. ഇതെല്ലാം ഒരിത്തിരി ക്ലെവർ പാക്കേജിങ് ആണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. കാരണം ഓരോ സ്പേസും അതിനായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ EQS പോലുള്ള വണ്ടികളിൽ ഇവിടെ ഒരു ചെറിയ ഒരു പോർഷനിലാണ് ആ ഒരു വാട്ടർ ഫില്ല് ചെയ്യുക. ഇതിനകത്ത് ബോണറ്റിനകത്ത് തന്നെയാണ്, അതിവിടെ ഈ ഒരു സൈഡിലായിട്ടാണ്. ഇപ്പോൾ ഈ ഒരു സ്ട്രെട്ട് നിൽക്കുന്നുണ്ട്. ഈ സ്ട്രെട്ട് അടയുമ്പോൾ ഇതായിട്ട് ഹിൻഡ്രൻസ് വരുമോ എന്നുള്ള സംശയം നമുക്ക് തോന്നാം. ചിലപ്പോഴെങ്കിലും നമ്മൾ ഇത്തിരി ഒരു DIY ചെയ്യുന്ന ആളുകളാണ് അതൊക്കെ ഫിറ്റ് ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് പല ബോണറ്റിലും. പക്ഷേ ഇതിൻ്റെ ഒരു പ്ലേസ്മെൻറ്റ് നല്ലതാണ്. ഇതിനകത്തേക്ക് ആ ഒരു പ്രശ്നങ്ങളൊന്നും വരില്ല. അതിൻ്റെ ആ ഒരു മെക്കാനിസം കൊള്ളാം എന്നുള്ളതാണ്. സെൻസറുകളും ക്യാമറയും ഉണ്ട്. അതല്ല പറയാൻ വരുന്നത്, ഇവിടെ ഈ ഒരു ഓപ്പണിംഗ് ഉണ്ടോ, ഈ ഓപ്പണിംഗ് എന്ന് പറയുന്നത് ടോ ഹുക്ക് ഫിറ്റുള്ള ഓപ്പണിംഗാണ്. ആ ഓപ്പണിങ്ങിൻ്റെ മുകളിൽ കൊടുത്ത ഒരു ആരോ, എവിടെ പ്രസ് ചെയ്യണം, എവിടെ പ്രസ് ചെയ്താൽ തുറക്കുന്നുള്ള ആ ഒരു ആരോ കണ്ടോ, അതൊരു ഇത്തിരി അറ്റൻഷൻ ടു ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഇതും ഒരു കൗതുകമായിട്ട് കണ്ട കാര്യമാണ്. അതായത് വളരെ ചെറിയ കാര്യങ്ങളാണെങ്കിലും നോട്ട് വർത്തി ഫീച്ചേഴ്സാണ് എന്നുള്ളതാണ്. EQBയിൽ കണ്ട സിഗ്നേച്ചറിന് വിഭിന്നമായിട്ട് GLCയിൽ അത് മെഴ്സിഡീസ് എന്നാണ് കേട്ടോ ഗ്ലാസിൻ്റെ മുകളിൽ. ഇതിപ്പോൾ മെഴ്സിഡീസ് എന്നുള്ളതാണ്. ഒരു ഈസ്റ്റർ എഗ് പോലെ പറയാവുന്ന കാര്യമാണ്. ഈ വണ്ടിക്ക് അഡാസ് ക്യാമറയുണ്ട്. പക്ഷേ കൗതുകം അതല്ല, ആ ക്യാമറയുടെ മുകളിൽ 3 ഡിഫോഗർ ലെൻസ് കൊടുത്തിരുന്നുണ്ടോ, 4 ഉണ്ട്. അപ്പോൾ ഇത് ഡിഫോഗ് ചെയ്യുന്നത് ഈ ഒരു ലൈനുകൾ ഹീറ്റ് ചെയ്തിട്ടാണ്. നല്ലൊരു കാര്യമായിട്ട് കാണാം അല്ലേ. മെഴ്സീഡീസ് ബെൻസിൻ്റെ GLCക്ക് ഒരു പഡിൽ ലാമ്പ് ഉണ്ട്. അത് ലോഗോ തന്നെയാണ് എന്നുള്ളതാണ്. ഇവിടെ ആ ഒരു ലോഗോ കാണാൻ പറ്റും. GLCക്ക് 3 വാട്ടർ സ്പ്രേസ് ഉണ്ട്, ജെറ്റ്. ആ ഒരു സ്പ്രേസ് എന്ന് പറയുന്നത് ഹിഡൻ ആണ്. ഇത് പറയാനുള്ള കാര്യം, പുതിയ ടെക്നോളജി ആയിട്ട് മെഴ്സീഡീസ് ബെൻസിൽ വൈപ്പറിനകത്ത് തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള സ്പ്രേ വരുന്നതെന്നുള്ളതാണ്. പക്ഷേ ഈ വണ്ടിക്ക് 3 അകത്ത് തന്നെ കൊടുത്തത്. ആ ഒരു 3 ജെറ്റുകൾ സ്പ്രേ ചെയ്യുന്നത് എങ്ങനെ കാണിച്ചാൽ, ആ ഗ്ലാസ് വാഷ് സ്പ്രേ വണ്ടിയെ മൊത്തം കുളിപ്പിക്കുന്നുണ്ടേ. അതൊരു കൗതുകമല്ല, ഒരു ഫാക്റ്റാണ്. എനിക്ക് തോന്നുന്നത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കേണ്ട ഒരു കാര്യമാണ്, ചെയ്തിട്ടില്ല. ഇനി പവർ ടെയിൽ ഗേറ്റ് ആണല്ലോ. ഈ പവർ ടെയിൽ ഗേറ്റിനകത്ത് ചെറിയ നെറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഈ നെറ്റ് ഒരു സ്റ്റോറേജ് നെറ്റാണ്. ഇവിടെ ആ ഒരു ചെറിയ ബാൻഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ബാൻഡ് കണ്ടോ, ഈ ബാൻഡൊക്കെ തന്നെയും ആ ഒരു സ്റ്റോറേജ് ബാൻഡായിട്ട് കാണാം. പിന്നെ ഇവിടെ ഒരു ചെറിയ കമ്പാർട്ട്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ കമ്പാർട്ട്മെൻറ്റിനകത്ത് ഫ്യൂസ് ഉണ്ട്. ഇതാണ് ഫ്യൂസ് ഉണ്ടോ. ഇത് കാർഗോ കവറാണ്. ഈ കാർഗോ കവർ ഊരിട്ടേക്കുന്നത് നമ്മൾ ആ സീറ്റ് മറിച്ചിരുന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആ ഒരു വാല്യൂബിൾസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങ് അടച്ചു വെക്കാൻ പറ്റിയ ഒരു സംവിധാനമാണ്. പുറത്ത് നോക്കിയാൽ കാണില്ല. ബാക്ക് സീറ്റിലേക്ക് എനിക്ക് തോന്നിയ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു സൺ ഷെയ്ഡ് അല്ലെങ്കിൽ ഈ ഒരു കർട്ടനാണ്. ഇവിടെയൊക്കെ ആ ഒരു ഇൻസേർട്ടുകളൊക്കെ തന്നെയും കളറൊക്കെ ഉണ്ട്. ഈ കളർ എന്ന് പറയുന്നത് ബീജല്ല, ഇത് നല്ല ഭംഗിയുള്ള കളർ തന്നെയാണ്. ഇനി ഇവിടെ ഈ ഒരു പീസ് പോലെ കൊടുത്ത ഭാഗത്ത് കൊടുത്ത സ്പീക്കർ ഗ്രില്ലും അതുപോലെ ഈ പവർ വിൻഡോയുടെ സ്വിച്ച് നിൽക്കുന്ന ഈ ഒരു ഭാഗമൊക്കെ കൗതുകം ഉണ്ടാകുന്ന കാര്യമായിട്ട് തോന്നി. അതായത് ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും കാണുമ്പോൾ കാരണം കാണാൻ നല്ല ഭംഗിയാണ് എന്നുള്ളതാണ്. ഈ വണ്ടിയിൽ ക്യാബിൻ ലൈറ്റുകൾ എമ്പാടുമുണ്ട്.
ഇവിടെ ഈ ലൈറ്റ് നമുക്ക് ഈ ഒരു ഹാൻഡിലിൽ മറിഞ്ഞിരിക്കുക. അതുകൂടാതെ ഒരു ചെറിയ ഒരു റീഡിങ് ലൈറ്റ് കൂടി കൊടുക്കുന്നുള്ളതാണ്. അതാണ് കാണിക്കേണ്ടത്. ഫ്ലൈറ്റിലേക്ക് പോലെ നമ്മുടെ ബുക്കിലേക്ക് ആ ഒരു ഫോക്കസ് ചെയ്യുന്ന ആ ലൈറ്റ് നല്ലൊരു തോട്ടാണ്. ഈ സ്ക്രീൻ ചെരിഞ്ഞിട്ട് നമ്മുടെ സൈഡിലേക്കാണെന്നുള്ളത് ഒരു കൗതുകമാണ്. ഈ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഒരു കൗതുകമുള്ള കാര്യമാണ്. ഇവിടെ അടച്ചു വയ്ക്കാവുന്ന ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇതിൻ്റെ ഈ ഒരു ആക്ഷൻ തീർത്തും സ്മൂത്താണ് എന്നുള്ളതാണ്. ഈ വണ്ടിക്ക് കസ്റ്റമൈസ് ചെയ്യാവുന്ന കുറേ അധികം ആ ഒരു ഡിസ്പ്ലേ മോഡുകളുണ്ട് ക്ലസ്റ്ററിൽ. അപ്പോൾ ഇതിനകത്ത് ഞാൻ സ്പോർട്ട് ഡിസ്പ്ലേ ആക്കാം കേട്ടോ. സ്പോർട്ട് ഡിസ്പ്ലേ നിങ്ങൾക്ക് ഒരു രസമുള്ള കാര്യം കാണിച്ചു തരാം. സ്പോർട്ട് ഡിസ്പ്ലേ ആക്കി കഴിയുമ്പോൾ ഇവിടെ 1400 RPM എന്നുള്ള ആ ഒരു RPM നമ്പർ കണ്ടോ. കൗതുകം അതല്ല, ഈ 400 എന്ന് കാണുന്നത് ടോർക്കാണ്. 400 Nm ടോർക്ക് ഉണ്ട് എന്നുള്ളത് അവിടെ കാണാം. ഇപ്പുറത്തായിട്ട് ആ ഒരു കിലോ വാട്ടിൽ പവറും കൊടുത്തിട്ടുണ്ട്. ഇത് ഈ സ്പോർട്ട് ഡിസ്പ്ലേ മാത്രം കാണുന്നൊരു കാര്യമാണ്. ഈ സൺറൂഫില്ലേ, പനോരമിക് സൺറൂഫ്, അതിൻ്റെ കൺട്രോൾസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ കൺട്രോൾ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ സ്വൈപ്പ് ചെയ്യുക. അപ്പോൾ ഈ വണ്ടിക്ക് തത്വത്തിൽ എല്ലാം ടച്ചാണെന്ന് തന്നെ പറയാം. ഈവൻ സൺറൂഫ് കൺട്രോൾസും ഒരു ഹാപ്റ്റിക് ഫീലും ഉണ്ട് അതിന്. ടച്ച് കൺട്രോൾ സിറ്റുവേഷനിലേക്ക് ഒരു കാര്യം കൂടി അടിയുണ്ട്, അതാണ് മിറർ കൺട്രോൾസ്. ഇതും ആ ഒരു ടച്ചാണെന്നുള്ളതാണ്. ഇതിന് ടച്ചിന് ക്ലിക്ക് ഫീൽ ഉണ്ട്, പക്ഷേ ആ ഫീൽ എന്ന് പറയുന്നത് മൊത്തം പാനലാണ് ആ ഫീൽ വരുന്നത്. കേട്ടോ, ഈ വണ്ടിക്ക് നീ എയർ ബാഗ് ഉണ്ട്. ആ എയർ ബാഗിൻ്റെ വാണിംഗ് കൊടുത്തേക്കുന്ന ആ ഒരു സ്റ്റിക്കർ കണ്ടോ, നീ എയർ ബാഗ്. കുറേ അധികം ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങൾ വണ്ടിക്കകത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ കൗതുകങ്ങൾ കൂടി ചേരുമ്പോൾ നമുക്ക് ആ ഒരു എന്താ പറയുക, ഇതിങ്ങനെയാണെന്ന് തോന്നില്ലേ, അത് നിങ്ങൾക്ക് കൂടി അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ കൂടി പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. മെഴ്സിഡീസ് ബെൻസിൻ്റെ GLC 300-നകത്ത് ഈ ഒരു സ്ക്രീനിനെ കുറിച്ച് ഞാൻ കുറേ അധികം കാര്യങ്ങൾ പറഞ്ഞു. അതായത് MPUX ആണ്, ലേറ്റസ്റ്റ് ആണ്. ഇതിനകത്തൊരു കൗതുകം കണ്ട കാര്യം കൂടി പറയേണ്ടതുണ്ട്. ഈ ഒരു നാവിഗേഷനിൽ നമുക്ക് 2D അല്ലെങ്കിൽ 3D ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എവിടെയാണ് പോകേണ്ടത് എന്നുള്ളത് നമ്മൾ ആ ഒരു ഫേവറേറ്റ്സോ അല്ലെങ്കിൽ എന്താ വെച്ചാൽ ആ സെലക്ട് ചെയ്ത് വെച്ചാൽ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് അവിടെ ആ ഒരു വണ്ടി കാണിക്കുന്നത് ശരിക്കും ഒരു 3D മോഡലായിട്ട് ഈ ഒരു GLC മൂവ് ചെയ്ത് പോകുന്നത് തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോൾ അതൊരു ശരിക്കും നല്ല രസമാണ്. കാരണം ഇവിടെ നമുക്ക് ആ ഒരു ക്യാമറ പൊസിഷനും കാര്യങ്ങളൊക്കെ നമുക്ക് GPS മാർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി ഉള്ളതുകൊണ്ട് നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിലത് പൊസിഷൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അവിടെ എത്തുന്ന സമയത്ത് ആ ക്യാമറ ഓണാവും, 360 ക്യാമറ ഓണാവും. അപ്പോൾ നമുക്ക് പാർക്ക് ചെയ്യാനായിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കുറച്ചധികം നിഫ്റ്റി ആയിട്ടുള്ള എന്നാൽ നല്ല ഫീച്ചേഴ്സ് ഉള്ളൊരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. ഇപ്പോൾ നമുക്ക് കാണുന്ന ഈ ഒരു വണ്ടി കണ്ടോ, ഇത് തീർത്തും ഒരു സിൽവർ തന്നെയാണ് എന്നുള്ളത് ഒരു കൗതുകമായിട്ട് പറയാം. ഒരു ചെറിയ വീഡിയോ ആണിത്. അപ്പോൾ ഇത്രയ്ക്കും കാര്യങ്ങളല്ല, ഇനിയും കുറേ കാര്യങ്ങളുണ്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട്. ഓരോ ദിവസവും നമ്മൾ ഓരോ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നു എന്നുള്ളതാണ് ഓരോ വണ്ടിയുടെ കൂടെ നിൽക്കുമ്പോഴുള്ള കാര്യം. അപ്പോൾ മെഴ്സിഡീസ് ബെൻസിൻ്റെ GLC ഒരിത്തിരി കൗതുകമുള്ള ഒരിത്തിരി പ്രത്യേകതയുള്ള വണ്ടിയാണെന്നുള്ളതാണ് വീഡിയോയുടെ ചുരുക്കം. അടുത്ത വീഡിയോ വീണ്ടും വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.